രാവിലെ 6 മണി മുതൽ ഡൽഹിയിലെ ഭീകരാക്രമണം തന്നെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വാർത്ത. മറുവശത്ത് ബീഹാറിൽ അവസാനഘട്ട പോളിംഗ് തുടരുകയാണ്. ബീഹാർ ബാറ്റിൽ. ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ്. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. 12 മന്ത്രിമാർ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. അതേസമയം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, രണ്ടാം ഘട്ടത്തിൽ ബീഹാർ ആദ്യഘട്ടത്തിലെന്ന പോലെ പോളിംഗിന്റെ സൂചനകൾ നൽകുന്നുവോ? ഷാജ്, രണ്ടാം ഘട്ടത്തിലും ആദ്യ മണിക്കൂറിൽ വലിയ നിരയാണ്, ജനങ്ങളുടെ വോട്ടർമാരുടെ വലിയ നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണുന്നത്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് ഗ്രാമമേഖലകളിലെല്ലാം തന്നെയും പോളിംഗ് സ്റ്റേഷന് മുൻപിൽ വലിയ നിര, വോട്ടർമാരുടെ വലിയ നിര നമുക്ക് കാണാൻ ആയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് 64% മുകളിലായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത്. അത് പക്ഷേ പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളായിരുന്നു, ബീഹാറിൻ്റെ സെൻട്രൽ മേഖലയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അധികവും ഗ്രാമീണ മേഖലകളാണ്. കിഷൻഗഞ്ച്, മധുബനി, ഗയ, ചമ്പാരൻ മേഖല, സീതാമർഹി തുടങ്ങിയിട്ടുള്ള മേഖലകളാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെയും രാവിലെ 7 മണി മുതൽ വലിയ നിര, വോട്ടർമാരുടെ നീണ്ട ക്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് ഉണ്ടാകും. ആകെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 57% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്, വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തവണ ഈ രണ്ടാം ഘട്ട പോളിംഗ് കൂടി പൂർത്തിയാകുന്നതോടെയും 60 മുകളിലേക്ക് ആകെ പോളിംഗ് പോകും എന്ന കണക്കുകൂട്ടലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. എല്ലാ വോട്ടർമാരുടെയും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വോട്ട് വിനിയോഗിക്കുന്നതിനെ ഉത്സാഹപ്പെടുത്തുന്ന നിരവധി പദ്ധതികൾ, അതായത് കേവലം വോട്ട് രേഖപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൊണ്ടാടുന്നതിനുള്ള ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ബൂത്തുകളിൽ ബീഹാറിൻ്റെ സാംസ്കാരിക പരിപാടികൾ, കലാരൂപങ്ങൾ ഇവയെല്ലാം തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ വോട്ടർമാരെ സഹായിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. പ്രായമായവർക്കും വനിതകൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ CCTV നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. ബീഹാറിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തെ തുടർന്ന് അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകളിലും പൊതുയിടങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലും അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. CRPFൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും സുരക്ഷാ CRPF ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുണ്ട്. സർ, സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ശക്തമാണ്? നോ കമൻസ്. അവർക്ക് സംസാരിക്കാൻ ഉള്ളതില്ല, അതുകൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരണങ്ങളൊന്നും തന്നെ നൽകാത്തത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ CRPFും ബീഹാർ പോലീസും ഒപ്പം സൈന്യത്തെയും വിന്യസിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നടന്നിട്ടുള്ള സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായിട്ടുള്ള ക്രമീകരണങ്ങളും പരിശോധനയും ഒരുക്കിയിട്ടുണ്ട്. അത് പോളിംഗ് ബൂത്തുകളിൽ മാത്രമല്ല, എടുത്തു പറയുന്നത് പോളിംഗ് ബൂത്തുകളിൽ മാത്രമല്ല, ബീഹാറിൻ്റെ പൊതുയിടങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ട്, അത്തരത്തിൽ പൊതുയിടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ 122 മണ്ഡലങ്ങൾ, അത് 42 BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. 60 മുകളിൽ സീറ്റുകൾ NDAയുടെ കൈവശമുള്ള സീറ്റുകളാണ്. പ്രത്യേകിച്ച് ചമ്പാരൻ മേഖല, അവിടെ 21 മണ്ഡലങ്ങളിൽ 16ലധികം സീറ്റുകളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അത്തരത്തിൽ NDAക്ക് വളരെ മികച്ച സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ കൂടുതൽ MLAമാർ വിജയിച്ച മണ്ഡലങ്ങളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 1302 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 3,70,00,000 വോട്ടർമാരാണ് രണ്ടാം ഘട്ടത്തിൽ പോൾ ചെയ്യാനുള്ള
ഉള്ളത്. വോട്ടർമാരായി ഉള്ളത് 3,70,00,000 വോട്ടർമാരാണ്. അത്രയും വിശാലമായൊരു സംസ്ഥാനമാണ്. 2 ഘട്ടങ്ങളിലായി ഏകദേശം 6 കോടിക്ക് മുകളിൽ വോട്ടർമാരുള്ള സംസ്ഥാനം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ വിശാലമായ സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ദിവസം കണ്ട് നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നു. ഒന്നാം ഘട്ടം വളരെ സമാധാനപരമായി മികച്ച പോളിംഗോടുകൂടി 64% പോളിംഗോടുകൂടിയാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്, രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിലും അതേ സൂചന തന്നെ. അതായത് ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളപ്പോഴും നിരനിരയായി വോട്ട് ചെയ്യാൻ എത്തുന്നു. അതായത് എന്തോ ഉറപ്പിച്ച മട്ടിലാണ് ബീഹാറിൻ്റെ പോളിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തുടക്കം മുതൽ തന്നെ NDA പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് കരുത്തു പകരുന്നതോ ഈ ആൾക്കാരുടെ വോട്ടർമാരുടെ ഒഴുക്ക്? കൃഷ്ണരാജ്, മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. അത്രയധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതൊരു രാഷ്ട്രീയ വിശകലനം നമുക്ക് നടത്താം. പക്ഷേ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണ് എന്നറിയാൻ 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. 14-ാം തീയതിയാണ് ഫലപ്രഖ്യാപനം. പക്ഷേ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു തികഞ്ഞ ആത്മവിശ്വാസം പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഈ വോട്ടിങ്ങിൻ്റെ ഈ സമയം വരെ BJPയും NDAയും വെച്ച് പുലർത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ബീഹാറിൻ്റെ പിന്നാക്കാവസ്ഥ, കാലങ്ങളോളം ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് യാതൊരു തരത്തിലും അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെയും പിന്നാക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബീഹാറിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ റോഡ് സൗകര്യമാണെങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരം, സംസ്ഥാനത്ത് കർഷകരുടെ സംരക്ഷണത്തിനും അവരുടെ വിളനാശത്തിനും കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, അത്തരത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ മുൻനിർത്തിയാണ് BJPയും NDAയും പ്രചാരണം നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കൂടാതെ യാതൊരു തരത്തിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഇല്ലാതെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി ഒറ്റക്കെട്ടായി BJP NDA ക്യാമ്പിന് പ്രചാരണം നയിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ വസ്തുതയും അവർക്ക് ആത്മവിശ്വാസം കൂടുതൽ നൽകുന്നതുമാണ്. മറുവശത്ത് ഇന്ത്യ മുന്നണി RJD അതിശക്തമായിട്ടുള്ള പ്രചാരണം നയിച്ചു. ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിശക്തമായ പ്രചാരണം RJD നടത്തിയിട്ടുണ്ട്. പക്ഷേ RJDക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അതിശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി വിലയിരുത്താൻ സാധിക്കുക. അതുകൊണ്ട് ഈ ഘട്ടത്തിലെ രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് അഭിപ്രായ സർവേകളും ഇതുവരെ നമ്മൾ കഴിഞ്ഞൊരു 10 ദിവസത്തിലധികമായി ബീഹാറിലൂടെ യാത്ര ചെയ്യുന്നു, ജനങ്ങളുടെ പ്രതികരണങ്ങളും പരിശോധിക്കുമ്പോൾ ജനങ്ങൾ മാറ്റത്തിനൊപ്പമാണ്. ബീഹാറിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ശരിയാണ്, നിലവിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളായിരുന്നില്ല ബീഹാറിലുള്ളത്. കാലങ്ങളോളം ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും എത്തിക്കാതെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലേക്ക് തള്ളിവിട്ടൊരു ജനതയായിരുന്നു ബീഹാറിലുള്ളത്. അവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നു. ആ മാറ്റത്തിനൊപ്പം ജനങ്ങളുണ്ട്. എവിടെ ചെല്ലുമ്പോഴും, അത് കാർഷിക മേഖലയിൽ കർഷകരോട് സംസാരിക്കുമ്പോഴും സാധാരണക്കാരായ ആളുകളും എല്ലാം തന്നെ വികസനം വരണം, വികസനത്തിനൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രതികരണമാണ് ജനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. അതാണ് NDAയുടെയും BJPയുടെയും ആത്മവിശ്വാസം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഏതായാലും പോളിംഗ് പുരോഗമിക്കുകയാണ്. 2 മണിക്കൂർ പിന്നിടുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ നിരയാണ് പോളിംഗ് സ്റ്റേഷന് മുൻപിൽ. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ പോളിംഗ് സ്റ്റേഷന് മുൻപിൽ മികച്ച നിര അല്ലെങ്കിൽ വോട്ടർമാരുടെ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ എത്തുന്നത് കാണാൻ സാധിക്കുന്നു. അത്തരത്തിൽ മികച്ച പോളിംഗ് രാഷ്ട്രീയപരമായി ആർക്ക് അനുകൂലമാകും എന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. കൃഷ്ണരാജ്, ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പ്രതികരണമാണ്. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. കനത്ത സുരക്ഷയാണ് അവിടെ എവിടെയും ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. വീണ്ടും ഇടവേള.